തിരുച്ചിത്രമ്പലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഹിറ്റ് ജോഡികളായ ധനുഷും നിത്യമേനനും ഒന്നിക്കുന്ന ഇഡ്ലിക്കട ഏപ്രിൽ 10 റിലീസ് ചെയ്യും. രായന് ശേഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ധനുഷും ജി.വി. പ്രകാശ് കുമാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ധനുഷിന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസും ഡോൺ പിക്ചേഴ്സും ചേർന്നാണ്. ചിത്രത്തിൽ ധനുഷിനും നിത്യമേനോനുമൊപ്പം രാജ് കിരൺ, പ്രകാശ് രാജ്, ശാലിനി പാണ്ഡെ, അരുൺ വിജയ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പൊങ്കൽ പ്രമാണിച്ച് റിലീസ് ചെയ്ത പോസ്റ്ററുകളിലൊന്നിൽ നെൽപ്പാടത്തിന് നടുവിൽ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ധനുഷിനെയും നിത്യമേനനെയും കാണാം. മറ്റൊന്നിൽ പശുക്കിടാവുമായി മരച്ചുവട്ടിലിരിക്കുന്ന ധനുഷിനെയാണ് കാണാനാവുന്നത്. ഫീൽ ഗുഡ് ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങുന്ന ഇഡ്ലിക്കടയിൽ ധനുഷ് 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. ചിത്രത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതുവരെ റിലീസ് ചെയ്ത 4 പോസ്റ്ററുകളിൽ നിന്നും ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഗ്രാമപരിസരത്താണെന്ന് മനസ്സിലാക്കാം. വളരെ ഇമോഷണൽ ആയൊരു ചിത്രമാണ് ഇഡ്ലിക്കട. അത് നിങ്ങളെ കരയിപ്പിക്കുമെന്നും അതുപോലൊരു വേഷത്തിൽ പ്രേക്ഷകർ ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലെന്നും നിത്യമേനോൻ പറയുന്നു. മാത്യു തോമസ്, അനിക സുരേന്ദ്രൻ, പ്രിയ പ്രകാശ് വാര്യർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ധനുഷ് തന്നെ സംവിധാനം ചെയ്യുന്ന നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന ചിത്രം ഫെബ്രുവരി 7 റിലീസ് ചെയ്യാനിരിക്കെയാണ് ഇഡ്ലിക്കടയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശേഖർ കമ്മുല സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ കുബേരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ധനുഷ്. ധനുഷിനൊപ്പം നാഗാർജുന അക്കിനേനിയും രശ്മിക മന്ദാനയും കുബേരയിൽ വേഷമിടുന്നുണ്ട്.